യേശുക്രിസ്തുവിനാൽ അയക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി അയക്കുന്നു. 4 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. തൻ്റെ ശിഷ്യന്മാരെ ദൗത്യത്തിനായി അയക്കുമ്പോൾ യേശു അവർക്ക് അമൂല്യമായ ഒരു സന്ദേശം നൽകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ചെയ്തതുപോലെ പിശാചുക്കളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി നിങ്ങൾ അത് കൊടുക്കുവിൻ എന്ന്. സർവ്വതിനും ഇന്ന് വിലയിടുന്ന ഒരു കാലഘട്ടമാണ്. ഏത് ശുശ്രൂഷയ്ക്കും ഏത് രോഗത്തിനും സൗഖ്യം ലഭിക്കുവാനും വേണ്ടി ഒരു പ്രത്യേക വിലയിട്ട് എല്ലാവരുടെയും കയ്യിൽ ബില്ല് നൽകുന്ന ഈ കാലഘട്ടത്തിൽ ബില്ലില്ലാതെയും വിലയില്ലാതെയും നീ നൽകേണ്ടതിൻ്റെ പേരാണ് സുവിശേഷവൽക്കരണം. സൗജന്യമായി നൽകുക എന്നത് എക്കാലത്തും ഒരു വലിയ വെല്ലുവിളിയാണ്. കർത്താവിൻ്റെ ഈ വചനം നിരവധി പേരെ വിശുദ്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്. ദൈവം സൗജന്യമായി നൽകിയത് സൗജന്യമായി നൽകുവാൻ, മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിന് അത് നൽകണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹവും സ്പർശനവും ആവശ്യമാണ്. എന്തൊക്കെയാണ് നമുക്ക് സൗജന്യമായി ദൈവത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്ന് നാം ബോധ്യപ്പെടുമ്പോഴും തിരിച്ചറിയുമ്പോഴും മാത്രമേ യഥാർത്ഥത്തിൽ ദൈവം നൽകിയത് നമുക്ക് മറ്റുള്ളവർക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ഈ ഭൂമിയിലെ സമ്പത്ത് കൊണ്ട് നമുക്ക് വാങ്ങുവാൻ സാധിക്കാത്തത് എന്നുകൂടി നാം ധ്യാനിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അതിൻ്റെ മറുപുറം എന്ന് പറയുന്നത് ആത്മീയ സമ്പന്നതയാണ്. ഈ ഭൂമിയിലെ സമ്പത്ത് കൊണ്ട് നിനക്ക് വാങ്ങുവാൻ ആകാത്തത് എങ്കിൽ നിനക്ക് സ്വർഗീയമായ സമ്പാദ്യം നൽകുന്നതുമായതിൻ്റെ പേരാണ് ഈ സൗജന്യമായി നൽകുന്ന സത്യത്തിൻ്റെ ആധാരം. 2. ദാരിദ്ര്യത്തിൽ പ്രസംഗിക്കാൻ യേശു തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുന്നു. ദരിദ്രനായ ഒരു അപ്പോസ്തലൻ ഫലപ്രദമായി മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുവാൻ സാധ്യത കുറവാണ്. സമ്പത്തിലും മറ്റുള്ളവരിലും അധികാരത്തിലും സ്വാധീനമില്ലാത്തവൻ്റെ കൂടെ നിൽക്കുവാൻ ഇന്ന് ആൾക്കാർ തീരെ ഇല്ല എന്നതാണ് സത്യം. യേശുനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, ഈ ലോകത്തിലെ ദാരിദ്ര്യം നിങ്ങൾ നിർബന്ധതയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. കാരണം പരലോകത്തിലെ സമ്പന്നത നിങ്ങൾ ആർജിക്കുവാൻ വേണ്ടി. പരിപൂർണനാകുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് പറഞ്ഞ യുവാവിനോട് കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ദാരിദ്ര്യമെന്നത് എന്നെക്കുറിച്ച് ഞാൻ ആകുലപ്പെടാത്തതിൻ്റെ പേരാണ്. എന്നെക്കുറിച്ച് ഞാൻ ചിന്തിക്കാത്തതിൻ്റെ പേരാണ്. എനിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കാത്ത പ്രവൃത്തിയാണ്. അതാണ് കർത്താവായ യേശുനാഥൻ പറഞ്ഞത്, നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും തന്നെ അധികമായി എടുക്കുവാൻ പാടില്ല. ദാരിദ്ര്യമെന്നത് നിനക്ക് വേണ്ടി ഒന്നും എടുക്കാതെ ദൈവത്തിന് വേണ്ടി നീ എടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതം മാറുവാൻ നീ ശൂന്യനാകുന്നതിൻ്റെ പേരാണ് ദാരിദ്ര്യം. 3. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന അപകട സാധ്യതയോടെ ജീവിക്കുവാൻ യേശു തൻ്റെ ശിഷ്യന്മാരെ ക്ഷണിക്കുകയാണ്. സുവിശേഷത്തിന് വേണ്ടി നീ ജീവിക്കുന്നുവെങ്കിൽ നിന്നെ തീറ്റിപ്പോറ്റുവാൻ ദൈവം കരുതി വെക്കുന്നവരെ നീ കണ്ടെത്തേണ്ടതുണ്ട് എന്നതാണ് നിന്റെ ആത്മീയ യാത്രയുടെ അന്വേഷണത്തിൻ്റെ ഒരു തലം. മറ്റുള്ളവരാൽ നീ തീറ്റിപ്പോറ്റപ്പെടുന്നതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ വലിയ ഔദാര്യം അഥവാ ദൈവത്തിൻ്റെ സമ്പന്നത എന്നത്. ദ പ്രൊവിഡൻസ് ഓഫ് ഗാഡ് എന്ന് പറയുന്നത് അതാണ്. അവിടെ നിനക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കും. അവിടെ നിന്നെ തീറ്റിപ്പോറ്റുന്നവർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കും. അവിടെ ദൈവമായിരിക്കും മധ്യത്തിൽ നിലകൊള്ളുന്നത് എന്നത് വളരെ സത്യമായ കാര്യമാണ്. ഇവിടെ യേശുവിനോടൊപ്പം ഞാൻ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രമാത്രം വിലമതിക്കുന്നതാണ് അത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു.
എനിക്ക് ആവശ്യമായ സഹായം ചോദിക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സഹായത്തിൽ നിലകൊള്ളേണ്ടതെന്നും ഉള്ള ഒരു വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവം. കർത്താവ് തൻ്റെ പെസഹ ഒരുക്കുവാൻ വേണ്ടി ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് നൽകിയ അടയാളം പോലെ ഒരു കഴുതയെ അവർ കെട്ടിയിരിക്കുന്നത് കാണും. നിങ്ങളത് എടുത്തുകൊണ്ട് വരിക. ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് പോകുന്നവനെ കാണും. അവൻ്റെ കൂടെ പോവുക. അവിടെ ചെല്ലുമ്പോൾ ആ ഭവനത്തിലുള്ളവനോട് പറയുക, ഇവിടെയാണ് എൻ്റെ ഗുരു വിരുന്നുണ്ണുവാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ഇതേ തലത്തിൽ തന്നെയാണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത്. മറ്റുള്ളവരാൽ നിങ്ങൾ തീറ്റിപ്പോറ്റപ്പെടണം. മറ്റുള്ളവരെ നിങ്ങൾ ആശ്രയിക്കണം. 4. നിങ്ങൾ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ്. നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ഭവനത്തിലേക്കും ഹൃദയത്തിലേക്കും യേശുവിന് വേണ്ടി കയറി ചെല്ലേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് ആ സമാധാനം ലഭ്യമാകണമെങ്കിൽ കയറി വരുന്ന നിങ്ങളിൽ യേശു സാന്നിധ്യം അവർ ദർശിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ സമാധാനം അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങി വരും. കാരണം സമാധാനത്തിൻ്റെ നാഥൻ കർത്താവ് തന്നെയാണ്. ദൈവസമാധാനം നൽകുവാൻ ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ അതിൽ ഉള്ള തിരസ്കരണ സാധ്യതയെ കൂടി കർത്താവ് വളരെ വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. തിരസ്കരണം നിശ്ചയമായും സംഭവിക്കാവുന്ന ഒരു സാധ്യതയാണ്. അതുകൊണ്ട് നിങ്ങളെ തിരസ്കരിക്കുന്നിടത്ത് നിന്ന് നിങ്ങളുടെ ചെരുപ്പിൽ പാദങ്ങളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും തട്ടിക്കളയണമെന്ന് പറയുമ്പോൾ സൂക്ഷ്മമായും നിങ്ങൾ തിരസ്കരണത്തിൻ്റെ ചൈതന്യത്തെ, ഭാവത്തെ നിങ്ങളിൽ നിന്നും നിഷ്കാസനം ചെയ്തു വേണം അവിടെ നിന്നും ഇറങ്ങാൻ. നിങ്ങൾക്ക് അവരോടോ അവർക്ക് നിങ്ങളോടോ തിരസ്കരണത്തിൻ്റെ തലത്തിൽ, വെറുപ്പിൻ്റെ തലത്തിൽ യാതൊരു ബന്ധവും ഉണ്ടാകുവാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, സുവിശേഷത്തിന് വേണ്ടിയും യേശുവിന് വേണ്ടിയും നമുക്ക് യാത്ര ചെയ്യാം. ആ യാത്രയിൽ ഈ പ്രത്യേകതകൾ നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.